ഒരു 30% BHP ഗെയിൻ ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ലൈറ്റ്സ് കസ്റ്റം ചെയ്ത് ബലേനോട് പ്രൊജക്ടർ ചെയ്ത് ബ്ലൂടൂത്തിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഇത് റിമോട്ടിൽ കുറച്ച് ലിമിറ്റഡ് ഫീച്ചേഴ്സ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേജ് 1+2 എത്തിയോസ് ലീബയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിട്ട് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഓണർ ഷാനിൽ ബ്രോ എൻ്റെ കൂടെ ഉണ്ട്. ഹായ് ബ്രോ. ഓക്കെ ബ്രോ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഷാനിൽ ഉസ്മാൻ. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. മലപ്പുറമാണ് സ്ഥലം. CA പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പിന്നെ CAക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ കുറച്ച് വണ്ടി ഭ്രാന്ത് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. അല്ലേ, മെയിനായിട്ട് വണ്ടി ഭ്രാന്താണെന്ന് തോന്നുന്നു. ഓക്കെ, അതിപ്പോൾ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ? ഇതിലിപ്പോൾ മെയിൻലി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ റെഡ് ബാൻഡിൻ്റെ സ്റ്റേജ് 1+ ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 30% BHP ഗെയിൻ ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഓൾട്ടിസിൻ്റെ പവറിൽ എത്തിയിട്ടുണ്ട്. പിന്നെ BMC എയർ ഫിൽറ്റർ മാറി. അതാണ് മെയിൻലി പെർഫോമൻസ് വൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി വൈറ്റ് കളറായിരുന്നു. അത് ഒരു മാറ്റ് ഗ്രേ വിത്ത് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഹൈലൈറ്റ്സ് കോമ്പിനേഷനിലാണ് ചെയ്ത്. ഇൻറ്റീരിയർ അതേമാതിരി ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി TRD എഡിഷൻ ആയിരുന്നു. സ്കേർട്ടിംഗ് ഒക്കെ ആദ്യം ഉള്ളതായിരുന്നു. ലൈറ്റ്സ് കസ്റ്റം ചെയ്ത് ബലേനോട് പ്രൊജക്ടർ ചെയ്ത് DRL ചെയ്ത് ടെയിൽ ലാംപ്സ് നമ്മൾ മിനി കൂപ്പർ ഇൻസ്പയർഡ് കസ്റ്റം ചെയ്യുക ചെയ്ത്. ഇത്രയും ഫാക്ടേഴ്സാണ് മെയിൻലി എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് 1+ ട്യൂൺ ചെയ്തപ്പോൾ ബ്രോയ്ക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കമ്പനി ക്ലെയിം ചെയ്യുന്ന 30% ഗെയിൻ ആണ്. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഒന്ന് ആ ഗിയർ ഷിഫ്റ്റിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള ആ ലാഗ് കാര്യങ്ങൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. പവർ നല്ല മാറ്റമുണ്ട്. മെയിൻലി എനിക്ക് ആ 3rd ഗിയർ 4th ഗിയറിലാണ് നല്ലൊരു പെർഫോമൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓവറോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ. അപ്പോൾ മൈലേജ് സൈഡിലേക്ക് വന്നാലോ? ആസ് സച്ച് ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഡ്രോപ്പ് വന്നു എന്നുള്ളത്. ഗെയിനും ഇല്ല ഡ്രോപ്പും ഇല്ല, ആ രീതിയിലാണ് നിൽക്കുന്നത് തോന്നുന്നത്. അത്രേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി അതിന് മേളിലേക്ക് സ്റ്റേജ് 2-ലേക്കൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മോസ്റ്റ്ലി മേ ബി പിന്നെ പൈപ്പും എല്ലാം കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്കേർട്ടിങ് ചെയ്ത് മെഷ് ചെയ്ത് TRD ഗ്രില്ല് ഫുള്ള് മാറി. ഗ്രില്ല് ഫുള്ള് മാറി. പിന്നെ താഴെ ലിപ്പ് എക്സ്ട്രാ ചെയ്ത് അതിൽ ഒരു യെല്ലോ ഹൈലൈറ്റ്സ് ആയിട്ട് ചെയ്ത്. നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴോ അലോയ്സ് ബോസിൻ്റെ 17 ഇഞ്ചാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആസച്ച് എല്ലാം സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ പെയിന്റും ഒരു മാറ്റ് ഗ്രേയിൽ ഒരു ചെറിയൊരു ഗോൾഡ് ഫ്ലേക്സ് വരുന്ന രീതിയിലാണ്. അതായത് ഒരു കറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ശരിക്ക് എവിഡൻ്റ് ആയിട്ട് കാണുക. അതെ അല്ലേ. ഓക്കെ, കൂപ്പർ ഇൻസ്പയർഡ് ടെയിൽ ലാമ്പ് കസ്റ്റം ചെയ്ത്. അപ്പോൾ ഈ പോർഷൻ ശരിക്കും അതിൻ്റെ റിവേഴ്സ് ലൈറ്റ് ആണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സ്. ബാക്കി ഫുൾ ആ ഒരു സ്പോയിലറൊക്കെ ആദ്യം ഉള്ളതായിരുന്നു TRD എഡിഷനിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ആ ഒരു യെല്ലോ ഹൈലൈറ്റ്സ് കൊടുത്ത് ബ്ലാക്ക് ആൻഡ് യെല്ലോ എന്നുള്ള രീതിയിൽ. അതുപോലെ ഈ ഒരു ലോഗോ ഒക്കെ ഒന്ന് ബ്ലാക്ക് ആക്കി ഡിക്രോം ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ വൈസ് ചെയ്തത്. നമുക്ക് ഇനി ഇന്റീരിയർ സൈഡിലേക്ക് കയറാം അല്ലേ. സോ ബ്രോ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഇന്റീരിയേഴ്സ് മെയിൻലി ഇപ്പോൾ കളർ തീം നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് യെല്ലോ ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് എവറിത്തിങ് ചെയ്തത്. AC വെന്റ്സ് പുറത്തുള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ കോമ്പിനേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ റൂഫും ബ്ലാക്ക് ആക്കി. റൂഫ് പിന്നെ സ്റ്റാർ ലൈറ്റ്സ് കൊടുത്ത്. ഈ സ്റ്റാർ ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് നൈറ്റാണ് കറക്റ്റ് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുക. സ്റ്റാർ ലൈറ്റ്സ് പിന്നെ അതേമാതിരി ഇവിടെ ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട്. അതൊക്കെ ഫുള്ള് നൈറ്റാണ് അതിൻ്റെ വ്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ശരിക്കും റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. ഈ ലൈറ്റ് നമുക്ക് RGB ലൈറ്റ് അല്ല ഇത് വരുന്നത്. അപ്പോൾ ഏത് കളർ വേണം നമുക്ക് ഏത് കളർ ഇടുക. അതേമാതിരി ഇപ്പോൾ നമ്മൾ എന്താണ് വോയിസിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ അനുസരിച്ച് കളർ ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്ന ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സോങ് പ്ലേ ചെയ്യുമ്പോൾ കൺവേർട്ട് ആവും. യെസ്, കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് ഫോണിലാണ് മെയിൻലി കൺട്രോൾ ചെയ്യാൻ പറ്റുക. ബ്ലൂടൂത്തിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഇത് റിമോട്ടിൽ കുറച്ച് ലിമിറ്റഡ് ഫീച്ചേഴ്സ് അത്രേ ഉള്ളൂ അങ്ങനെ. പിന്നെ ആൻഡ്രോയിഡിനെ സെറ്റ് ചെയ്ത് മെയിൻലി സീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. സീറ്റ്സ് കസ്റ്റം ബിൽഡ് ആയിരുന്നു. പോർഷെ GT3 ഇൻസ്പയർഡ് സീറ്റ്സ് ചെയ്ത്. അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ്സും അതിൻ്റെ പോർഷെ GT3 തന്നെ യെല്ലോ കളർ സീറ്റ് ബെൽറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്ത്. ഇത്രയും ഫാക്ടേഴ്സാണ് ഇപ്പോൾ മെയിൻലി ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി പെഡൽസ് ഗിയർ നോബ് അങ്ങനത്തെ കുറച്ച് ബേസിക് സംഭവങ്ങൾ മാറ്റി. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഫുള്ളായിട്ട് എവിടെയാണ് ചെയ്തത്? വർക്ക് കാലിക്കറ്റ് പെർഫോമാനെയാണ് ചെയ്തത്. അവർ മീൻസ് അമാന ടൊയോട്ടേലിൻ്റെ ഒരു മൊത്തം 12 മക്കളാണ്. അതിലെ ലാസ്റ്റത്തെ 2 പേര് ട്വിൻസാണ്. അവർ ഓൾ ഇന്ത്യ ലെവലിൽ ടൊയോട്ടയ്ക്ക് വേണ്ടി ഒരുപാട് റേസൊക്കെ ചെയ്ത് കപ്പടിച്ച ആൾക്കാർ. അപ്പോൾ എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരടുത്ത് ഏൽപ്പിച്ച് അവരാകുമ്പോൾ ഫുൾ ഫ്രീഡം ഉണ്ട്. നമ്മൾ റാദർ ദാൻ ഓക്കെ എനിക്കിതാ വേണ്ടി ആ ഒരു ഔട്ട്പുട്ട് തരിക എന്നുള്ളൊരുപരി
അവരുടെ സൈഡിൽ നിന്ന് കുറേ സജഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് കുറേ ടൈം എടുത്ത് ചെയ്ത വർക്കാണ്. അപ്പോൾ എത്ര നാൾ പിടിച്ചു ഇത്രയും? ഇവര് മൊത്തം ഒരു 3 മാസം അവിടെ കിടന്നിരുന്നു. കുറേ വർക്ക് ചെയ്യാതെ നമ്മളെ സൈഡിൽ നിന്ന് കുറേ ഡിസ്കഷൻ സ്റ്റേജ് ഒക്കെ എടുത്താണ്ട് അങ്ങനെ ഒരു 3 മാസം എടുത്ത് മൊത്തം പുറത്തിറങ്ങാൻ. അത്ര എടുത്തു അല്ലേ? എന്താണ് ഈ ഒരു എത്തിയോസിൽ ഈ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു തോട്ട് വന്നേ? ഞാൻ ആസ് സച്ച് ടോട്ടലി ഷിഫ്റ്റ് ചെയ്യാന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു വെഹിക്കിള്. പിന്നെ ഇത്രയും കാലം ഇപ്പോൾ ഏകദേശം ഇതൊരു 1,15,000 കിലോമീറ്റർ ഓടി. എനിക്കിതുവരെ ഒരു വണ്ടീനെ പറ്റി കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ഒരു നമുക്കൊരു പെട്ടെന്ന് തിരക്കിട്ട് പോകുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരിക, സർവീസ് സെൻറ്ററിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാവുക, സർവീസും എല്ലാം ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ടൊയോട്ടയുടെ വേറെ ഒരുപാട് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും വെഹിക്കിൾ റീറ്റെയിൻ ചെയ്യുക, ഇനി വേറെ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് വെക്കുക എന്നുള്ള രീതിയിൽ തന്നെ തീരുമാനിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇതൊരു ആ ഒരു പാഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രീം പ്രോജക്റ്റ് പോലെ ബിൽഡ് ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ള രീതിയിൽ. ഓവറോൾ ആസ് സച്ച് ഇപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബെൻസ് നോക്കുക അല്ലെങ്കിൽ പോളോ വല്ലതും നോക്കി ചെയ്യാന്നൊക്കെ. പക്ഷേ ടൊയോട്ട ആസ് സച്ച് കസ്റ്റമർ വൈസ് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പിന്നെ ഇതിന്മേൽ തന്നെയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു കാർ ചൂസ് ചെയ്യാണ് ബ്രോ, ഏത് വാഹനമായിരിക്കും ചൂസ് ചെയ്യുന്നത്? ടൊയോട്ടയുടെ വാഹനം തന്നെ ചൂസ് ചെയ്യുമോ? അയ്യോ, ഒരു SUV ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. വണ്ടി ഭ്രാന്ത് ഏതാ ചോദിക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഒരുപാടുണ്ട്. പൈസ അല്ല കയ്യിൽ. മിനി കൂപ്പർ, മസ്താങ്, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ബ്രോയുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സൂപ്പർ കാർ ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ബ്രോ ഈ ഒരു വാഹനം കൊണ്ട് തന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട്. ബ്രോയുടെ ഷാൻ ബ്രോയുടെ ഇൻസ്റ്റ ID ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തേക്കട്ടോ. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. കുറച്ച് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലാണ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫൈലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബ്രോ. യെസ്, താങ്ക് യു ബ്രോ. ഇനി പുതിയ വാഹനങ്ങളും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.